Hello, good morning, good afternoon, good evening, ladies and gentlemen. Welcome to my channel, guys. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കണോ പ്രതീക്ഷിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 24 ഡേ 23. ഇന്നത്തെ എപ്പിസോഡ് ആരാണ് സ്ക്രീൻ സ്പേസ് കൊണ്ടുപോയത്, ആരാണ് ഇന്നത്തെ ദിവസം തൂക്കിയത്? അനുമോള് എങ്ങനെ തൂക്കി എന്നുള്ളതൊക്കെ വേറെ വിഷയം. എന്തായാലും തൂക്കി. തുടക്കം തൊട്ടേ അവസാനം വരെ അനുമോള് അറിഞ്ഞു വരച്ചതാണോ അറിയാതെ വരച്ചതാണോ ഒന്നും എനിക്കറിയില്ല. ഒരു വലിയ വര എങ്ങനെ വരച്ചു റൗണ്ടില്. എന്നാ ആ വരയുടെ ഉള്ളിലേക്ക് വന്ന് പെടാൻ പാടില്ല എന്ന് ആര് ചിന്തിക്കണം? മറ്റ് ചില കണ്ടസ്റ്റൻസ് ചിന്തിക്കണം. അത് ചിന്തിക്കണമെങ്കിൽ വിവരം വേണം. പക്ഷെ അവരാ വിവരം ഉപയോഗിക്കുന്നില്ല. അവരെന്ത് ചെയ്ത് ഇവർ വരച്ച വരയിൽ ആ സർക്കിളിൻ്റെ അകത്തേക്ക് ചാട്ടി കയറി വന്നിട്ട് കളിക്കുകയാണ്. മനസ്സിലായ നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? മനസ്സിലായ? ഇപ്പോൾ അനുമോള് ഒറ്റപ്പെടാനുള്ള സ്ട്രാറ്റജിയാണോ അല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ വാട്ടവർ ഒറ്റപ്പെടാനുള്ള സ്ട്രാറ്റജിയാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. എന്താണെങ്കിലും സ്ട്രാറ്റജിയാണ്, അവരത് ഉപയോഗിക്കേണ്ടതെന്ന് തന്നെ ഇരിക്കട്ടെ. അത് ഉപയോഗിക്കുന്ന സമയത്ത് ഇവര് കൂടുതൽ അതിന് പ്രോത്സാഹനം കൊടുക്കണു. അപ്പാനിയും അക്ബറും റെനയൊക്കെ കൂടിയിട്ട് എന്ത് പറയാനാണെന്നേ. സി അവർക്ക് തന്നെ മനസ്സിലായി ഇവര് എന്താണ് ആരോ അവിടെ നിന്ന് പറയണ കേട്ടു, അനുമോള് ഒറ്റപ്പെടാനുള്ള കളിയാ എന്നുള്ള രീതിയിൽ. എന്നാ പിന്നെ അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അവരെ ടോക്ക് ഓഫ് ദ ടൗൺ ആക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? പക്ഷെ അത് പറ്റില്ല. അനുമോളുടെ പുറകെ നടന്നിട്ട് എന്താ പറയുക, ഇറിറ്റേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അനുമോൾ ഇങ്ങനെ പോകുന്നു, അനുമോളുടെ പുറകെ പോകുന്നു, അനുമോൾ ഇരിക്കുന്നു, അനുമോളുടെ അടുത്തേക്ക് പോകുന്നു, ഓരോന്ന് പറയുന്നു, കളിയാക്കുന്നു. അനുമോൾ തിരിച്ചെന്തൊക്കെയോ പറയണു. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ അനുമോൾ നിൽക്കും. മറ്റുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ അത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ബുള്ളിയിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് വരിക, അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അവർ മണ്ടത്തിലാണ് കാണിക്കുന്നത്. ഇപ്പം അനീഷിൻ്റെ കേസിൽ അനീഷ് എന്താണ് തുടക്ക സമയത്ത് അനീഷിനെ എല്ലാവരും കൂടി നിരത്തി പിടിച്ചിട്ട് ഇതാക്കൂലേ? ഇപ്പം എന്തായി? അനീഷിന് നല്ല സപ്പോർട്ട് കിട്ടി. ഈ അനുമോളുടെ കേസിൽ ആ റൂട്ടിലേക്ക് പോവില്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് നല്ല കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട് അനുമോൾക്ക് ഈ പിള്ളേരെക്കാട്ടിലും സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. അവരെ അവോയ്ഡ് ചെയ്യണ്ടേ? അതല്ലേ ഗെയിം. അനുമോളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ടേ? ഇത് അവരെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ വാശി പിടിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവർ ഇമ്മായി കളിയൊക്കെ കളിക്കണോ എന്നുള്ളൊരു സംഗതി മനസ്സിലായി കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരമേ അതിൻ്റെ അത് സംസാരിക്കാൻ വേണ്ടി പാടില്ല, അവരുടെ പുറകെ പോകാൻ വേണ്ടി പാടില്ല. അങ്ങനെ അവർ നിന്നിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കളിക്കണം ചെയ്യേണ്ടത്. ഇത് കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുത്തിട്ട് ഇവർ തന്നെയാണ് ഉണ്ടാക്കി വിടണത്. അപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് ഗിസൈലിനെ ഇഷ്ടപ്പെട്ട്. അതായത് ഗിസൈൽ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ അവരെ ബുള്ളി ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയണതല്ല, അതിൻ്റെ അകത്തുള്ള ഗിസൈൽ പറയുന്നതാ. ഗിസൈൽ എന്താ പറഞ്ഞേ? ശരത്തിൻ്റെ അടുത്തൊക്കെ അക്ബറിൻ്റെ അടുത്തൊക്കെ എന്താ പറഞ്ഞേ? നിങ്ങൾ അവരെ എന്നിട്ട് ഇങ്ങനെ ബുള്ളി ചെയ്യരുത്. ബുള്ളി ചെയ്യുന്ന സമയത്ത് അവർക്കാണ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നത്, അനുമോൾക്കാണ് കിട്ടുന്നത്. ബുള്ളി ചെയ്യുന്നവർക്ക് ബാഡ് ഇമേജേ പുറത്തേക്ക് പോവുള്ളൂ എന്ന് ആര് പറഞ്ഞു? ഗിസൈൽ പറഞ്ഞു. അത് അവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവരത് പറഞ്ഞ്, അവർക്ക് മനസ്സിലായി. ഗിസൈൽ കളിക്കുന്നുണ്ട്, ഗിസൈൽ അനുമോൾക്കെതിരെ കളിക്കുന്നുണ്ട്. ഗിസൈൽ കളിക്കുമ്പോൾ എങ്ങനെയാണ് കളിക്കണേ? ഈ ബാക്കിയുള്ള ഈ അപ്പാനിയും അല്ലെങ്കിൽ ശരത്തൊന്നും കളിക്കുന്ന പോലെയല്ല. അവർ ഡയറക്റ്റ്ലി വന്നിട്ട് ഈ അനുമോളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കളിയാണ് കളിക്കണേ. ഈ ഗിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളായിട്ട് കളിയുണ്ട്. പക്ഷെ എന്താ പറയുക, അതൊരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കളിയല്ല. അത്
ഉള്ളിൽ വെച്ചൊരു കളിയാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ വിഷയം. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദേ ആർ കണ്ടസ്റ്റൻസ് ആൻഡ് ദേ ആർ പ്ലേയിങ് ദെയർ ഗെയിം. അപ്പോൾ അത് ഗിസേൽ ആ രീതിയിലാണ് ആക്ച്വലി കളിക്കുന്നത്. അപ്പോൾ കളിക്കുമ്പോൾ ആ രീതിയിൽ കളിക്കണം. അത് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അതൊരു കളിയാണ് ഗിസേൽ കളിക്കുന്നത്. ഡയറക്റ്റ് വന്ന് ആ ഒരു അടി അടിക്കുന്നില്ല, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് കളിയല്ല കളിക്കുന്നത്. അനുമോളുടെ മുമ്പ് ഇങ്ങനെ അങ്ങനെ വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറകെ പോയുള്ള പരിപാടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ലടോ. അത് എനിക്ക് അറിയുന്നില്ല ഇവർക്ക് എന്തുകൊണ്ടത് മനസ്സിലാവണില്ല എന്ന്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ അനുമോളുടെ കാര്യം ആലോചിച്ച് നോക്കുമ്പോഴേ അനുമോള് സംഗതി ഇങ്ങനെ മുമ്പോട്ട് പോയാൽ സ്ട്രോങ് ആവുമെന്ന് തോന്നുന്നു. കാരണം അവരാണെങ്കിൽ ഇമോഷണലി പെട്ടെന്ന് വീഴുന്നുണ്ട്. ഇന്ന് കരഞ്ഞു എങ്കിലും അവർ പിന്നെയും പരമാവധി പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി ബെറ്ററാ. ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കരച്ചിലാ. ഇപ്പം ഡെയിലി ബേസിൽ കരച്ചിലുണ്ടെങ്കിലും ഞാൻ ജെനുവിൻ അല്ല എന്നല്ല കേട്ടോ പറയണത്. ജെനുവിനാണ് അവരങ്ങനെയാണ്, അവരുടെ നേച്ചർ അങ്ങനെയാണ്, കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അവർ കമ്പാരിറ്റീവ്ലി ഇപ്പം എങ്ങനെയാണ്, ഇന്നൊക്കെ കരയുണ്ടെന്നുണ്ടെങ്കിൽ പോലും അവർ മാക്സിമം അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ആക്ച്വലി ചെയ്യണത്. പക്ഷെ എന്താ പറയുക ഇവിടെ പാടുക. ഞാൻ ഫസ്റ്റൊക്കെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഇവര് ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിലേ അവരുടെ നേച്ചറാണ് സംഗതി ശരിയാ. പക്ഷെ ഇവർ ഈ ഇമോഷൻ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ഷീ ഈസ് ഗോയിങ് ടു സർവൈവ്. ഇങ്ങനെ നിന്ന് സ്ട്രോങ് ആയാൽ ഓക്കെ, പക്ഷെ താഴെ വീഴുന്നൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല കാണുമ്പോൾ. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ലാസ്റ്റ് എപ്പിസോഡൊക്കെ കഴിയാറാവുമ്പോൾ എന്താ കാണുന്നത്, ഷാനവാസ്, ഓനിയൽ, അഭിലാഷ്, അനുമോള്, ശൈത്യമൊക്കെ ഒരുമിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് ഭയങ്കര സംസാരിക്കുന്നുണ്ട് അവരൊരു ഗ്രൂപ്പ് പോലെയൊക്കെ. പക്ഷേ അനുമോള് മേ ബി അവരെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യും. എനിക്കങ്ങനെ തോന്നുന്നത്. അവർ ട്രസ്റ്റും ചെയ്യും, അവരെ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുകയില്ല എന്നുള്ളത് എനിക്കറിയില്ല. അവർ ട്രസ്റ്റ് ചെയ്യും. പക്ഷെ അവർ ട്രസ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് ഇനി പോകാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കൂട്ടുകൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ അനുമോൾക്ക് അടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ വീഴുന്നതിനെക്കാട്ടിലും കൂടുതൽ താഴേക്ക് അനുമോൾ പോകുന്ന അവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അനുമോൾ ഇതൊക്കെ മനസ്സിൽ വെക്കണം, പ്രിപ്പയർ ആയിട്ടിരിക്കണം. ബിഗ് ബോസ് കൺഫെഷൻ റൂമിൻ്റെ അകത്ത് പറഞ്ഞ പോലെ ഇതെങ്ങനെയാണ് കളി എന്നൊക്കെ അറിഞ്ഞിട്ടല്ലേ വന്നത് എന്നുള്ള രീതിയിലൊക്കെ പരമാവധി ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് അവർ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അനുമോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മോനെ അതിൻ്റെ അകത്ത് എല്ലാവരും കളിയൂടാ. ആരും ഇത് കളിയൊന്നും മാറ്റി വെച്ച് സെൻറ്റിമെൻറ്റ്സ് കോപ്പ് ഒന്നും പറഞ്ഞുകൊണ്ടൊന്നും ആരും നിൽക്കാൻ പോകില്ല. അതുകൊണ്ട് തന്നെ അനുമോൾ ഇപ്പം ഇരിക്കുന്ന ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിലുള്ളവർ തന്നെ ഇവരെ പണിത് കഴിഞ്ഞാൽ അനുമോൾ അതും താങ്ങില്ല. അനുമോൾ ചിലപ്പോൾ ചതിച്ചു കൂടെ നിന്നിട്ട് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. അവർ അത്രയ്ക്കേ ഉള്ളൂ മാനസികമായിട്ട്. ഷീസ് നൈസ്. അവരുടേതായിട്ടുള്ള ഒരു നേച്ചറാണത്. അവർ ഇമോഷണലി കുറച്ച് അങ്ങനെയുള്ളൊരാളാണ്. പക്ഷെ അതേപോലെ ഒരു നേച്ചറുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെന്നുള്ള അടിയൊന്നും താങ്ങൂല എന്നാണ് തോന്നണത്. അപ്പോൾ അതിനിപ്പോഴേ അവർ പ്രിപ്പയർഡ് ആവണം. എവിടുന്ന് വേണമെങ്കിലും കൂട്ടത്തുനിന്നും വെളിയിൽ നിന്നും ഒക്കെ അടി വരും എന്നുള്ള സംഗതി. ശത്രുക്കൾ അടിച്ചാൽ കുഴപ്പമില്ല, ചിലപ്പോൾ ആദ്യം ഒരു കരച്ചിൽ കരയെങ്കിലും പിന്നെ ഒന്ന് കട്ടിയാവും. പക്ഷെ ഇപ്പം ഈ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഈ ഷാനവാസ്, ഓനിയൽ, അഭിലാഷൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇവരിങ്ങനെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് അനുമോളെ എങ്ങാനും വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇവരെ വിശ്വസിക്കുന്നതിൻ്റെ ഭാവിയിൽ ഇവരുടെ നടി കിട്ടുന്ന സമയത്ത് അത് എങ്ങനെ അനുമോൾക്ക് കൊള്ളും എന്നുള്ളതാണ് അടുത്തൊരു മാറ്ററായിട്ട് വരുന്നത്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ റെന എന്താ അറിയില്ലടോ, എത്ര അങ്ങോട്ട് ഇതായിട്ടും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല ആ കണ്ടസ്റ്റൻറ്റിനെ. വ്യക്തിപരമായിട്ട് എനിക്ക് അവരോട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ റെന എൻ്റെ പൊന്നോ രക്ഷയില്ല. ഭയങ്കര ഇറിറ്റേഷൻ. പോയി പാത്രം കഴുകുക, ഓ എന്തിനെങ്ങനെ നിലവിളിക്കുന്നത്. നമുക്ക് ചിലരുടെയൊക്കെ മനസ്സിലാകൂടോ ഇത് വെറുതെ ഈ ഹാർഡ്ലി ട്രൈയിങ് ടു മേക്ക് കോണ്ടന്റ്. ഒരു കാര്യമില്ല. റെനയൊക്കെ ഇറിറ്റേഷൻ തന്നെ ചില സമയത്ത്. അത് അനുമോളെ പറഞ്ഞുകൊണ്ട് എന്നല്ല ഞാൻ പറയണ കേട്ടോ. അത് പോനിയൽ റെനേനെ കയറിയിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചപ്പോൾ ഞാൻ റെനേനെയാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും ഈ രീതിയിൽ വിചാരിക്കരുത്. അനുമോളെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത്.
ഒനിയലായിട്ട് വലിയ വഴക്കായി ഒനിയൽ ഇവരെ എന്തൊക്കെയോ വേണ്ടാന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ റെനേനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ റെനേനെ എന്താ പറയുക, റെനയുടെ ചില സമയത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ പൊളിഞ്ഞ് കയറും. ഓ ഇങ്ങനെ എന്നൊക്കെ കാണിക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇവർ ചെയ്യണത്. നടക്കട്ടെ. പിന്നെ മറ്റേ അപ്പാനി ശരത്ത് റെനയായിട്ട് എന്തോ പറയണ കേട്ടു. അവരെന്തോ കള്ളന്മാരാണെന്നോ, ആ ടീം അഭിലാഷ് ഇവരൊക്കെ ഇരിക്കുന്ന എന്തോ കള്ളന്മാരാണെന്നോ എന്തോ പറഞ്ഞു. ശരി, അവർ കള്ളന്മാരായിക്കോട്ടെ. ഇവര് എന്തായിട്ട് വരും? പുണ്യാളന്മാർ, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പീപ്പിൾ അല്ലേ? അപ്പാനി ശരത്ത്, അക്ബർ, റെനയൊക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. കൊള്ളാം. അതൊക്കെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും അടുത്ത് വലിയ സുഖമൊന്നുമില്ല. എന്താണ് നെവിൻ എന്തോ പൂവാടുന്നത് കേട്ടു? റെഡിയാണ്, ശരിയാണ്, എന്താ സംഭവം?